നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. ഇനി വെടിക്കെട്ട് പൊട്ടിച്ച് തൃശൂർ പൂരം ആഘോഷിക്കാം. സുപ്രീം കോടതി അനുമതി നൽകി. നിലവിൽ ഏർപ്പെടുത്തിയ നിയന്ത്രണങ്ങളിൽ ഇളവ് വരുത്തിയാണ് സുപ്രീം കോടതി അനുമതി നൽകിയത്. തീവ്രതയ്ക്കും സമയത്തിനുമുള്ള നിയന്ത്രണങ്ങളിലാണ് ഇളവ് വരുത്തിയിരിക്കുന്നത്. ഈ വർഷത്തെ തൃശൂർ പൂരം മെയ് 13 നടക്കും. തൃശൂർ പൂരം വെടിക്കെട്ട് പ്രേമികൾക്ക് ആശ്വാസവിധിയായിരിക്കുകയാണ് സുപ്രീം കോടതിയുടേത്. വെടിക്കെട്ടോടുകൂടി തൃശൂർ പൂരത്തെ ഇത്തവണ വരവേൽക്കാം. വെടിക്കെട്ടിന് അനുമതി തേടി തിരുവമ്പാടി, പാറമേക്കാവ് ദേവസ്വങ്ങളാണ് കോടതിയെ സമീപിച്ചത്. ക്ഷേത്രോത്സവത്തിന്റെ ഭാഗമായുള്ള ആഘോഷങ്ങൾക്കും ആചാരങ്ങൾക്കും ഇളവ് നൽകണമെന്നും കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ആചാരപ്രകാരമുള്ള സമയത്ത് തന്നെ വെടിക്കെട്ട് നടത്താം. പടക്കങ്ങൾ കേന്ദ്ര ഏജൻസിയുടെ അനുമതിയോടെ ഉപയോഗിക്കണമെന്ന് കോടതി നിർദ്ദേശിച്ചിട്ടുണ്ട്. പുറ്റിങ്കൽ ദുരന്തം മുതൽ തൃശൂർ പൂരം വെടിക്കെട്ടിന്റെ നടത്തിപ്പിനെ ചൊല്ലി വരെ ആശങ്കകൾ പുകയുകയായിരുന്നു. അതിനാണ് ഇപ്പോൾ വിധി വന്നിരിക്കുന്നത്. പലപ്പോഴും അവസാന നിമിഷമാണ് വെടിക്കെട്ടിന് അനുമതി ലഭിക്കാറ്. പാരമ്പര്യമായും പ്രാദേശികമായും നിർമ്മിക്കുന്ന അമിട്ട്, കുഴിമിന്നൽ, ഗുണ്ട് തുടങ്ങിയവയുടെ ഉപയോഗത്തിനും കേന്ദ്ര കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ഇവിടെ നിർമ്മിക്കുന്ന സ്ഫോടക വസ്തുക്കൾ നാഗ്പൂരിൽ പരിശോധിക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. വാണിജ്യ മന്ത്രാലയത്തിലെ ഉത്തരവിലെ പ്രധാന വ്യവസ്ഥകൾ ഇവയെല്ലാമാണ്. വെടിക്കെട്ട് ദിനത്തിന് 2 മാസം മുൻപ് അനുമതിക്കായി ജില്ലാ കളക്ടർക്ക് അപേക്ഷ നൽകണം. അനുമതി നൽകാൻ തീരുമാനിച്ച വെടിക്കെട്ട് ദിനത്തിന് 1 മാസം മുൻപെങ്കിലും ലൈസൻസ് നൽകണം. സുപ്രീം കോടതിയുടെ 2007 ഉത്തരവ് വ്യവസ്ഥകൾക്ക് അനുസൃതമായി കളക്ടർമാർ വെടിക്കെട്ട് സമയപരിധി ഇളവ് അനുവദിക്കാൻ പാടുള്ളൂ. ചീഫ് കൺട്രോളർ ഓഫ് എക്സ്പ്ലോസീവിന്റെ അനുമതിയുള്ള കരിമരുന്നുകൾ മാത്രമേ വെടിക്കെട്ടിന് ഉപയോഗിക്കാൻ പാടുള്ളൂ. അമിട്ട്, ഗുണ്ട്, കുഴിമിന്നൽ തുടങ്ങിയവ നിർമ്മിക്കുന്നതിനും പെട്രോളിയം ആൻഡ് എക്സ്പ്ലോസീവ് ഓഫ് സേഫ്റ്റി ഓർഗനൈസേഷൻ ചീഫ് കൺട്രോളറുടെ അനുമതി വേണം. ഇവയിൽ ഉപയോഗിക്കുന്ന രാസവസ്തുക്കളുടെ വിശദാംശങ്ങൾ അപേക്ഷയിൽ വ്യക്തമാക്കിയിരിക്കണം. സാമ്പിൾ സമർപ്പിച്ച അപേക്ഷ നൽകിയ 10 ദിവസത്തിനകം അനുമതിയാകും. 30 ദിവസത്തിനകം അംഗീകാരവും നൽകാം. സാമ്പിൾ സമർപ്പിച്ച അപേക്ഷ നൽകിയ 10 ദിവസത്തിനകം അനുമതിയും 30 ദിവസത്തിനകം അംഗീകാരവും നൽകണം. കരിമരുന്നു സംഭരണ ലൈസൻസ് പെസോയുടെ കൊച്ചിയിലെ ഓഫീസിൽ എക്സ്പ്ലോസീവ്സ് ഡെപ്യൂട്ടി ചീഫ് കൺട്രോളറുടെ ഓഫീസിൽ നിന്ന് ലഭിക്കും. വെടിക്കെട്ട് നടക്കുന്നിടത്തു നിന്നും 100 മീറ്റർ ദൂരപരിധിയിൽ വേലി കെട്ടി തിരിച്ചു കാണികളെ അകറ്റി നിർത്തുന്നുവെന്നും 250 മീറ്റർ ദൂരപരിധിക്കുള്ളിൽ ആശുപത്രികളോ നഴ്സിംഗ് ഹോമുകളോ സ്കൂളുകളോ ഇല്ലെന്ന് ജില്ലാ കളക്ടർ ഉറപ്പുവരുത്തണം. ദൂരപരിധി പാലിക്കാനാകുന്നില്ലെങ്കിൽ വെടിക്കെട്ട് സുരക്ഷിത സ്ഥലത്തേക്ക് മാറ്റണം. പോലീസോ ജില്ലാ അധികൃതരോ വെടിക്കെട്ട് സാമ്പിളുകൾ നിർമ്മാണ സ്ഥലത്തു നിന്ന് ശേഖരിച്ച് കൊച്ചിയിൽ റീജിയണൽ കെമിക്കൽ എക്സാമിനറുടെ ലാബിൽ പരിശോധിച്ച് പൊട്ടാസ്യം ക്ലോറേറ്റുകളോ മറ്റു ക്ലോറേറ്റുകളോ ഇല്ലെന്ന് ഉറപ്പുവരുത്തണം. ഉത്സവ സീസണിൽ ജില്ലാ കളക്ടർമാർ 15 ദിവസത്തിലൊരിക്കൽ സംസ്ഥാന സർക്കാരുകൾക്ക് വെടിക്കെട്ട് അപേക്ഷകളുടെയും വിതരണം ചെയ്ത ലൈസൻസുകളുടെയും വിവരം നൽകണം. ഈ വ്യവസ്ഥകൾ പാലിച്ചു മാത്രമായിരിക്കും ഇനി ക്ഷേത്രങ്ങളിലെ ആചാരപ്രകാരമുള്ള വെടിക്കെട്ട് നടക്കുക. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.